ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാ. എനിക്ക് തോന്നണം നീ ആരില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. തൂക്കി ആള് സാറാട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ എല്ലാവരും മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാ ഇക്കുന്നൊക്കെ പുറത്ത് ചാടിന് മുമ്പ് വിളിച്ച് വിളിക്കുന്നതാ. ഓക്കെ, ഷിയൊന്നുമില്ല, ഷിയോ. സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് കേരളത്തിലുണ്ടോ? എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, കാണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ്. സാറിന്റെ പേച്ച് നല്ല പേച്ച്, ലേഡീസ് വീണ് പോണ പേച്ച്. അത്ര ഞാനിങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണ അത് നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ്. നീ മഹർന്നൊന്നും പറയണ്ട, നീ ഒരു 10 ലക്ഷം രൂപ നീ എനിക്കാന്ന് പറയണ്ട, ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്നാണ് ചെയ്യും. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. അത് ജിമ്മ എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് അത് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം ഈ 50,000 കൂടെ ഒരു ഹെവിയിലൂടെ ക്യാഷ് കൂടി തന്നിരുന്നെങ്കിൽ ഒറ്റടിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും. അതെന്റെ കുറ്റാണ്. അതിനിടെ ലൈംഗിക പീഡനത്തിനും സാമ്പത്തിക ചൂഷണത്തിനും പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഷിയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമിന്റെ പ്രതികരണം. ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. എനിക്ക് കുട്ടിയുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. ഇല്ലത്തെ അടിച്ചളിക്കും അടുക്കളയിലും ഒക്കെ ആണുങ്ങളെ നിർത്തിയിരിക്കാം. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അല്ലട വേണു, തനിക്ക് 19 വയസ്സില്ലേ? 19 അല്ല 19. തന്റെ ചെവിക്കാത്തെന്താ? എന്റെ മരണം വരെയും നിന്റെ മരണം വരെയും ഒപ്പമുണ്ടാകേണ്ടത് ഒരു 60-കാരിയാണോ? ഷിയാസിന്റെ വാദങ്ങളൊക്കെ പൊളിക്കുന്നതല്ലേ ഈ ശബ്ദ സംഭാഷണം? പറഞ്ഞ പോലെ ഉമ്മാന്റെ പ്രായമുള്ള വ്യക്തി, ആ വ്യക്തിയോട് ഞാൻ ആ ലൈനിൽ നിന്നൊക്കെ പോയത്, ഈ വോയിസ് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ലൈനിൽ നിന്ന് പോയി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അക്കോർഡിംഗ് ടു ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം. ഷിയാസ് ഇന്നലെ മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴെല്ലാം പറയുന്നത് തനിക്ക് ഇത്തരത്തിൽ ഒരു ബന്ധവുമില്ല, ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവും ഈ സ്ത്രീയായിട്ടില്ല, ഒരു വ്യാജ പരാതിയാണ്, ആ പരാതിയിൽ ഉന്നയിക്കുന്ന എല്ലാ വിവരങ്ങളും വ്യാജമാണ് എന്നുള്ളതാണ്. സാറേ പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമുണ്ട്. ഏകദേശം 17 മിനിറ്റ് ദൈർഘ്യമുണ്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ. അതിൽ ചിലത് മാത്രം അത് ഫിൽട്ടർ ചെയ്താണ് നൽകേണ്ടി വന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആ ഫിൽട്ടർ ചെയ്ത് നൽകിയ ശബ്ദ സന്ദേശങ്ങളിൽ റാഫി, പക്ഷേ നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്തത് ഫിൽട്ടർ ചെയ്താണ്, പലതും നമ്മൾ കേൾപ്പിച്ചിട്ടില്ല. റാഫി പക്ഷേ ആ 17 മിനിറ്റും കേട്ടല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കെന്ന് പറഞ്ഞാൽ മൈ ഗോഡ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സുജിയ, സ്ത്രീ നൽകിയ പരാതിയിൽ പൂർണ്ണമായും കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ആ 17 മിനിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഷിയാസ് പറയുന്നത് പോലെ ഒരു 60 വയസ്സുകാരിക്ക് ഉമ്മയെ പോലെയാണ് കരുതുന്നത്. ആ നിലയിലുള്ള ഒരു ബന്ധമാണ് തനിക്കുള്ളത് എന്നുള്ളതല്ല നമുക്ക് മനസ്സിലാക്കുന്നത്. ആ നിലയിലുള്ള ഒരു ശബ്ദ സന്ദേശങ്ങളല്ല ആ 17 മിനിറ്റുള്ളത്. സമ്മതിച്ചടേ സങ്കരയിനും. റാഫി, എന്തായാലും ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അതിന്റെ പലപ്പോഴായി പണം ആവശ്യപ്പെട്ടതിന്റെ ഷിയാസ് സംസാരിച്ചതിന്റെ ഒക്കെ ഓഡിയോ ഉണ്ട്. ഇപ്പോൾ ഷിയാസ് പറയുന്ന ന്യായീകരണം അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി.